ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ശില്പ. ഇതെൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്ത് വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് മോട്ടിവേഷൻ വേർഡ്സൊക്കെ പറഞ്ഞ് ഒന്ന് ഇൻസ്പയർ ആക്കിയിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചു. ഇത് ഇൻസ്പിറേഷൻ നൽകുമോ അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്ന വാക്കുകൾ കൊണ്ട് ഒരാളുടെയെങ്കിലും ഒരു ചിന്തകളിലൊക്കെ മാറ്റം വന്ന് നന്നായി പഠിക്കണം, ഇനിയെങ്കിലും നന്നായി പഠിക്കണം, എന്നിട്ടൊരു ജോലി വാങ്ങിക്കണം എന്നൊക്കെ ഒരു ചിന്താഗതികൾ ഉണ്ടായാൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട്, അതുപോലെ ഒരുപാട് പേര് PSCക്ക് പഠിക്കുന്നുണ്ട്. ഈ ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ അമ്മമാരാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ട് പഠിക്കുന്ന അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ കഴിഞ്ഞ് പഠിക്കാൻ സമയം കിട്ടാതെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നൊരു ഇതുകൊണ്ട് മാത്രം കുറച്ച് സമയം ഇരുന്ന് പഠിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ട്. അപ്പോൾ ഇവരാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുക എന്ന് പറയുന്നത്. ശരിക്കും അവർ തന്നെയാണ് ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത്. അവർ പഠിക്കേണ്ടത് ശരിക്കും മറക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം അവരുടെ മനസ്സിൽ അവർക്ക് വേറെ സമയങ്ങളൊന്നുമില്ല. അവർക്ക് കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് അങ്ങനെയല്ല, ഒരുപാട് സമയമുണ്ട്. അവർക്ക് ലാവിഷ് അടിക്കാൻ സമയമുണ്ട്, സിനിമ കാണാൻ സമയമുണ്ട്, പുറത്തു പോകാൻ സമയമുണ്ട്, അതിനിടയിലൊക്കെ പഠിക്കാൻ സമയം കിട്ടുന്നുണ്ട്. പക്ഷേ ഈ അമ്മമാർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ സമയമൊന്നും കിട്ടില്ല. ഉള്ള സമയം മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുക എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് മറ്റുള്ളവർ പഠിക്കണില്ല എന്നല്ല കേട്ടോ. പക്ഷെ കുറച്ചും കൂടി സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്നവർ ശരിക്കും അമ്മമാർ തന്നെയാണ്. നമ്മളെല്ലാവരും PSCക്ക് ഇറങ്ങുന്നത് നമുക്ക് കിട്ടുന്ന അനുഭവത്തിലൂടെയാണ് അല്ലേ. നമ്മൾക്ക് കിട്ടുന്ന ആ കുത്തുവാക്കുകളും താഴ്ത്തലും അതുപോലെ മാറ്റി നിർത്തലുകളും ഇതൊക്കെ ആയിരിക്കും ഒരു ഭൂരിഭാഗം ആൾക്കാരെയും ഒരു നല്ലൊരു ജോലി വേണം, അല്ലെങ്കിൽ അവൻ്റെ മുമ്പിൽ തലയുർത്തി നിൽക്കണം, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ എനിക്ക് തലയുർത്തി നിൽക്കണം എന്നൊരു വാശിക്ക് വരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അതിലൊരാളാണ് ഞാനെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ വാശി എന്ന് പറയുന്നത് കെട്ടുപോകരുത്. കാരണം നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ജോലി കിട്ടുന്നത് വരെ നമ്മുടെ ഉള്ളിൽ ഈ വാശി വേണം. ഈ വാശി ഉണ്ടെങ്കിലേ നമുക്കത് വിജയിക്കാൻ പറ്റുള്ളൂ. കുറേ പേര് ഒരു ആവേശത്തിലൊക്കെ എടുത്ത് ചാടി തുടങ്ങി പകുതി എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരോട് ശരിക്കും ഒന്നും പറയാണ്ടിരിക്കുക നല്ലത്. കാരണം അവരെ കൊണ്ട് പറ്റില്ലേ പണി, അതുകൊണ്ടാണ് അവരത് നിർത്തിപ്പോയത്. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ കനലിൽ കെടാതെ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. എന്തു വന്നാലും നമ്മൾ നമ്മുടെ പഠനം സ്റ്റോപ്പ് ചെയ്യില്ല. ഒന്നിനു വേണ്ടി നമ്മൾ നമ്മുടെ പഠനത്തെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. കാരണം ഈ അമ്മമാരുടെ ഒരു പ്രോബ്ലമാണ് സ്വന്തം കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് വെച്ചാൽ മറ്റുള്ളവരെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയിട്ടോ സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെക്കുക എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെ ചെയ്യരുത്. നമ്മൾ നമ്മുടെ ആഗ്രഹം നേടിയെടുക്കുക തന്നെ വേണം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ മനസ്സിലാകുന്ന കാര്യം ഉണ്ടാവുള്ളൂ വീട്ടുകാർക്കൊക്കെ. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ആ കാര്യം വിടുക. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമുക്ക് കംഫർട്ടായിട്ടുള്ള സ്ഥലത്തിരുന്ന് നമ്മൾ പഠിക്കുക. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമുക്ക് കുറച്ചൊക്കെ റിസ്ക് എടുത്താലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കുള്ളൂ. നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് സെറ്റാക്കണമെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് റിസ്ക് എടുക്കുക തന്നെ വേണം. ഇപ്പം നമുക്ക് ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ ഡെഫിനറ്റായിട്ട് നമുക്ക് എന്തായാലും നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇത് ബാലികേറ മാലയൊന്നും അല്ലത്. ഇപ്പോൾ ഈ പരീക്ഷ എഴുതി ജോലി കയറിയ ആൾക്കാരൊക്കെ നമ്മളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് സാധിക്കുമെന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക തന്നെ വേണം. നമ്മളെന്താ ചെയ്യേണ്ടത്? പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ കാലത്ത് നേരത്തെ എഴുന്നേൽക്കുക, പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് പഠിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളൊന്ന് റിവൈസ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. വീണ്ടും പഠിക്കാനിരിക്കുക. കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. നമുക്ക് അധികം സമയമൊന്നും നമുക്ക് കിട്ടാറില്ല. നമ്മൾ അമ്മമാർക്ക് ഒരുപാട് സമയങ്ങളൊന്നും പഠിക്കാൻ കിട്ടില്ല. നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നമ്മളിപ്പം ജോലി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് സ്പീക്കറിൽ എന്താ ചെയ്യാം, നമുക്ക് ക്ലാസ്സൊക്കെ വെച്ച് കേട്ട് പഠിക്കാം. ഞാൻ അങ്ങനെ ചെയ്യാറ്. ജോലി ചെയ്യുമ്പോൾ ഞാൻ സ്പീക്കറിൽ ക്ലാസ് വയ്ക്കും, പഠിച്ചു കഴിഞ്ഞാൽ ക്ലാസ് വയ്ക്കും. അപ്പോൾ നമുക്കത് റിവിഷൻ ആയല്ലോ, അപ്പോൾ അത് കേട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ കുറേ ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് ഇട്ട് നമ്മുടെ വിജയത്തിലേക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കുറയ്ക്കണം. ഇടയിൽ ഒരുപാട് നെഗറ്റീവ്സൊക്കെ വരും. നെഗറ്റീവുകളോടൊക്കെ നമ്മൾ ഗുഡ് ബൈ പറയണം. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ നമ്മൾ ചിന്തിക്കണം. കാരണം പോസിറ്റീവ് നമ്മുടെ മനസ്സിന് നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, നന്നായി പഠിക്കുക,
നന്നായി പഠിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് സിലബസ് മൊത്തം അരച്ച് കലക്കി കുടിക്കാമെന്നല്ല, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, വല്ല തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. എല്ലാവർക്കും താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.